ഹലോ ഗൈസ്, വെൽക്കം ടു ബൈക്സ് ആൻഡ് ബോർഡേജ്. അവിടെ വീടിന് മുമ്പിൽ ആളുണ്ടോ? അങ്ങനെയല്ല പറയുന്നത്, അവരടിക്കട്ടെ, അവർ ചില്ലിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മഞ്ഞപ്പാറയിലാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല, എന്നാലും നല്ല രസമാണ് ഇവിടെ. അതെ, നമ്മളെ ബാക്ക് പാക്കർ അരിയൂണിമയോ അതെവിടെ വന്നിട്ടുണ്ട്? ഇവിടെ തന്നെയാണ് വന്നിരുന്നത്. ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ അവരിയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് വൈറലായ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറിയാലോ എന്നാ? യെസ്, പോവാം. നമ്മളെ കണ്ണനെ ഓർറാ, കണ്ണനെ പുലി കൊണ്ടുപോയി. എവിടെ നീ? ആ വ്ളോഗിൽ 2 വാക്ക് പറ. ഇങ്ങോട്ട് വാ, അത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം കേട്ടോ. എടാ ഇത് സോബിനെ കുറച്ച് സീനാലേ വഴിയൊക്കെ. വഴിയൊക്കെ ഇച്ചിരി സീനാണ്. കാരണം നമ്മൾ ഫോണിൽ നോക്കി നടന്നാൽ ചിലപ്പോൾ ആത്മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അറിയാം, താഴെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. താഴെ ഉണ്ടാവും, മുകളിലും ഉണ്ടാവും. നമ്മൾ താഴെ മുകളിലുള്ള ആൾക്കാർ കാണില്ലല്ലോ. ആടേക്ക് പുല്ല് ഭയങ്കര ഹൈറ്റിലല്ലേ, താഴെ നിന്ന് കാണും പോലെ അല്ല കേട്ടോ. ഞാൻ താഴെ നിന്ന് നമ്മളിപ്പോൾ നടന്നു പോകുന്ന അവിടെ നിന്ന് കാണൂലല്ലോ. ഇല്ല, ഞാൻ താഴെ നിന്നപ്പോൾ എന്താ വിചാരിച്ച ചെറിയ പുല്ലാണ് അങ്ങനെ. എടാ അമ്മേ, എടാ പക്ഷെ ഇത് കേരളം കുറച്ച് ടാസ്ക് ആണോ? അതിലാണോ? എന്താ ആരെ ഷാനാണോടാ? കരി മരിച്ചു വന്നാലവിടെ അണ്ണാ. ജീവണ്ട്. എടാ നീ നമ്മളെ ചാനലിനെ പറ്റി 2 വാക്ക് പറ. നമ്മളെ ചാനലിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ചാനലാണ്. അതെ, ഒരു പണിയില്ല ചൊരപ്പില്ലാതെ പണിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയ ചാനലാണ്. നിങ്ങൾ കാണുന്നുമില്ല. ആദ്യം ഇട്ടപ്പോൾ എത്ര 900 വ്യൂസ്, രണ്ടാമത് ഇട്ടപ്പോൾ 100. എല്ലാത്തിനും കോപ്പി റൈറ്റും. അതെ, എന്താ ഒരു തോർത്ത്. ബാക്ക് പാക്കർ അരുണിമ ചേച്ചി. എടാ കണ്ണൻ അത് കണ്ടുപിടിച്ചു. നമുക്ക് കുടയും ചൂടി ഇവിടെ നിൽക്കാം. പോർന്നലയും. അപ്പൊ ഗൈസ്, മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. കണ്ണൻ മഴ നഞ്ഞ മേലെ തന്നെ ഉണ്ട്, കണ്ണ കാണുന്നില്ല. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഈ മുകളിലെത്തിയിട്ട് കാണാം ഗൈസ്. മുകളിലെത്തിയിട്ട് മുകളിലത്തെ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും. അതായത് പണ്ട് ഞങ്ങൾ വീഡിയോ വിട്ടപ്പോൾ ഓൺ വോയിസ് ചെയ്തില്ല. അങ്ങനെ ലാസ്റ്റ് അവിടെ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. എല്ലാം കണക്കന്നെ, ആരും കാണൂല. പിന്നെ ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഓൺ വോയിസ് ചെയ്ത് എന്തപ്പോൾ അപ്പോൾ ഓൺ വോയിസ് ഇടാന്ന് വെച്ചു. ഇതെന്തായാലും 50 പേര് കാണുമായിരിക്കും അല്ലേ? 50 ഒന്നല്ല, 100 ആൾക്കാരെ ഞാൻ എങ്ങനെയും കാണിപ്പിക്കും. ഇവൻ വഴിയിലിറങ്ങി നിൽക്കും രാവിലെ, എന്നിട്ട് അതിലേ പഠിക്ക് പോണവരൊക്കെ 5 മിനിറ്റ് കാണിപ്പിക്കും. അതും അവരവരുടെ ഫോൺ എടുപ്പിച്ചിട്ട് ഞാൻ കാണിക്കുള്ളൂ. പിന്നെ അതിന് വേണ്ടി റീചാർജ് ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതെ, അതിനുവേണ്ടി യൂട്യൂബിന് 500 രൂപയും കൊടുത്തു. അത് പോയി. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇവൻ വീഡിയോ ഇപ്പോൾ റീച്ച് ആവും 1 മില്യൺ അടിക്കുമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് 500 കൊടുത്തായിരുന്നു. അന്ന് യൂട്യൂബ് 500 കൊണ്ട് പോയതാ. പിന്നെ വ്യൂസ് ഞങ്ങൾ കണ്ടിട്ടില്ല. എടാ നോക്കി കയറണേ, മരിച്ചു കഴിഞ്ഞാൽ വ്യൂസ് കൂടുവേ. നല്ല കൂടെയാണ് വ്യൂസ് കൂടും. എടാ ഇപ്പം കണ്ണൻ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അവൻ കയറി പോട്ടോ. ഓടാ 80 കിലോയാ. ആടാ നോക്കി പോണേ. ആ കൊട അവിടെ എവിടെയും വെച്ചിട്ട് പോയിക്കോ. നനയുണ്ട്, കേറ്. ഞാൻ കയറണോ ആദ്യം? എടാ നിനക്ക് പേടിയാണെങ്കിൽ അത് പറയാം, പറ്റില്ലെങ്കിൽ ഇറക്കി കണ്ണനോട് ഇറക്കാൻ പറയാ. ആ പണ്ട് എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പാൻറ്റ് ടൈറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറില്ലായിരുന്നു പേടിച്ചിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഈ സാധനം കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേടി അങ്ങ് മാറുന്നില്ല അല്ലേ? പേടിയോ? കരിക്കണ്ണ അവൻ ഇതിൽ തന്നെയാണ് കയറി. കണ്ണേ അല്ല എന്നാ കയറി. ആ കാണുന്ന മലയിലാണ് എല്ലാരും വന്ന് കയറാറ്. കാണിച്ചു കൊടുക്ക്. അൾട്രയിലിരിക്കുന്നത് 4 അറിയട്ടെ പൈസ കൊടുത്ത് ഫോൺ വാങ്ങിയിട്ട് ബ്ലോഗ് എടുക്കാൻ. അതെ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 1.5 ലക്ഷം റുപ്യ കൊടുത്ത് ഫോൺ വാങ്ങിയിട്ട് 100 വ്യൂസ് ഒന്നല്ല നമുക്ക് വേണ്ട. ഒരു എടുക്കാറില്ല ഒന്നാമത്. നീ കളഞ്ഞു. ഞാൻ പറയുന്ന കാര്യം നീ കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാ പറ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആ മലയിലാണ് എല്ലാവരും വന്നിട്ട് അധികമായിട്ടും കയറുന്നത്.
ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മല നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മല അത് പക്ഷേ അവിടെ കയറുന്നതിനെക്കാട്ടിലും അടിപൊളിയാണ് ഇവിടുന്ന് കയറി കഴിഞ്ഞാലാണ് ഈ കാരാപ്പുഴ ഒന്നും കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലേ, നീ എന്നെ നോക്ക്. അതെ അതെ, നിനക്ക് എന്താ തോന്നുന്നത്? എനിക്കും വ്യൂ എടാ, പക്ഷെ അവിടെ ആ വ്യൂ കിട്ടൂടാ. അവിടെ വ്യൂ കിട്ടും, പക്ഷെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും, ഒരു വൃത്തിയില്ല. അവിടെ നിന്ന് കാണുമ്പോൾ വലിയൊരു വൃത്തിയില്ല, പക്ഷെ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ആ നീ പറഞ്ഞ കാര്യം. നമുക്ക് ഒന്നുകൂടെ ഈ വഴിയല്ലേ നമ്മൾ പോകേണ്ടത്? യെസ്, അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ വഴിയാണ്. ഇതിപ്പോ ഇവിടെ നിന്ന് ആൾക്കാരല്ലേ ആ കയറി പോകുന്നത്? അതെ. ഓക്കെ, പിന്നെ എല്ലാവരും ഇവിടെ താഴെ, നമ്മളെ ബൈക്ക് ഇവിടെ അത് അവിടെയുള്ള മുകളിൽ കയറിയാലേ കാണുള്ളൂ. അവിടെ വന്നിട്ട് ഈ പാറക്കുളവും കണ്ടിട്ട് നേരെ ഇവിടെ ഒന്നുമില്ല. പക്ഷെ വ്യൂ ഇത് തന്നെ അല്ലേ. കണ്ണനവിടെ കരിക്കണ്ണ മുകളിലായിരിക്കുന്നു. കരി, നീ എന്തായാലും 2 വാക്ക് പറയടാ. എടാ കണ്ണൻ ഇൻവേർട്ടറാടാ. ഇൻട്രോവേർട്ട് അല്ലേ? അല്ലേ ഇപ്പൊ നീ എന്താ പറഞ്ഞ അവൻ ഇൻട്രോവേർട്ടാണ്. അവന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അറിയാം അവൻ ഇൻട്രോവേർട്ട് ആണോ അല്ലയോ എന്നുള്ളത്. നിനക്ക് കാണണോ? കാണണോടാ, അവനാ ഇരിക്കുന്ന ആളൊന്നല്ല. കരി, ഞാൻ പറഞ്ഞു കൊടുക്കണോ നിന്റെ കഥകൾ? കണ്ടോ, അവന് പേടി. അപ്പൊ കണ്ണൻ ഇൻവേർട്ടർ അല്ല ഗൈസ്, കണ്ണൻ CPU ആണ്. നിക്ക് ഇറങ്ങുന്ന CPU ആണെന്നാ? നീ കൊള്ളാട്ടോ ഇതിനെ. ഞാൻ ഫണ്ണൻ തന്നെ. എടാ ഇവിടുന്ന് ചാടറാ, സിമ്പിളാണ്, എടുത്ത് ചാടും. വളരെ സിമ്പിളാണ്. അതുപോലെ പക്ഷെ നമ്മളൊരു വെയിറ്റ് വെച്ച് നമ്മൾ ചാടി ചിലപ്പോൾ കാലൊടിയും. ഇറങ്ങിക്കോ, സിമ്പിളായിട്ട് ഇറങ്ങാം. എടാ നീ അത്ര നമുക്ക് ഈ ഗുഹേന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കാം. പ്രവേശനം എടാ ഇപ്പൊ നമ്മളെ ഡബ് ചെയ്യല്ല, നമ്മളെ പച്ച മലയാളം പറഞ്ഞാൽ മതി. പച്ച മലയാളം തന്നെയാണ് ഈ പറയുന്നത്. അകത്തേക്ക് കയറാം. എൻട്രി ഫീ ഒന്നുമില്ല. എന്താ ഇവിടെ ഫുള്ള് സാമൂഹ്യ ദ്രോഹികൾ എന്നല്ലേ പറയാ, സാമൂഹ്യ വിരുദ്ധർ. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് കഴിച്ച്. വീർമുപ്പി കണ്ടല്ലേ, നാളെ വീടിന് മുമ്പിൽ ആളുണ്ടോ? അല്ല, അങ്ങനെയല്ല പറയുന്നത്. അവരടിക്കട്ടെ, അവർ ചില്ലിയിട്ട്. അതാണ് ഉദ്ദേശിച്ചേ, അവർ ചില്ലിയാട്ടോ. പക്ഷെ നമ്മളടിക്കില്ല എന്നുള്ളതും കൂടി പറഞ്ഞേ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യ വിരുദ്ധർ. എടാ കണ്ണാ, സോബിനി പാറേന്റെ ഇടയിൽ കൂടി കേറില്ലല്ലോടാ. എടാ ഈ കൊട ഒന്ന് പിടിക്കാൻ, നീ ഒന്ന് വിട്ടുവാടാ, ഒന്ന് വിട്ട് വാ. കുറച്ച് ടാസ്ക് ആണ് ഇതിൻ്റെ ഉള്ളു. ഇതിലല്ല അവള് കയറി പോയത്. ഇത് കണ്ണാ, ഇതിപ്പോ കൈക്കോട്ടുന്നതിന്റെ ഇടയിൽ പൂള് കയറ്റും പോലെ അവരെ ഇറക്കാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്നെ പോലത്തെ തടി കുറഞ്ഞ ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കണ്ടോ ഗൈസ്, ഞാൻ ഫുള്ളായി ഇതിൻ്റെ ഉള്ളിൽ. എടാ മറ്റേ സുഭാഷൊക്കെ മഞ്ഞുമല്ലേ സത്യല്ലേ, അവനൊക്കെ കുടുങ്ങിയ എന്ത് സീനായിരിക്കും. റിയൽ ആയിട്ട് കുടുങ്ങിന്നല്ലേ പറഞ്ഞേ. അതന്നെ പറയുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ടെൻഷനാവുന്നു. കരി ഒന്ന് സഹായിക്കടാ, എനിക്ക് ചെയ്യാൻ സ്ഥലമില്ല. എടാ ഇങ്ങോട്ട് വീഴരുത് സോമിനെ, ഞാൻ ചതഞ്ഞു. മറ്റേ പുരസ്കാരം കിട്ടിയില്ലേ? എന്ത് പുരസ്കാരം? എന്ത് പുരസ്കാരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. ആ ചേട്ടയും പറഞ്ഞു അങ്ങനെ എന്തോ കിട്ടിയെന്ന്. എടാ സൂപ്പർ അല്ലേ, കേരളത്തിലെ 2ാമത്തെ ആൾക്കാണ്. മോനെ ഇതല്ലടാ പൊളി മൂട് വൈബേഷ്. എവിടെ ഉണ്ടോ? അതൊന്നും നമ്മള് വീഡിയോയിൽ പറയരുത് കണ്ണ. എടാ അപ്പൊ നമ്മളൊക്കെ ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? 135 അല്ലേ? 35. ഒരാൾ ഇന്നലെ കുറഞ്ഞു, 134. അതെ അതെ, അതൊന്ന് പറയണം. കണ്ടന്റ് ക്വാളിറ്റി കൂടിയിട്ടാണെങ്കിൽ അതും പറയണം. കാരണം ഇതിൽ കൂടുതൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാനില്ലേ വ്ളോഗില്. ഇതാ ബുള്ളറ്റ് ഉണ്ടായിരുന്നവൻ, ഏതാടാ സ്റ്റാൻഡേർഡ് 350 ഉണ്ടായിരുന്ന ഹിമാലയം വാങ്ങി. എന്തിന്? അതൊക്കെ എന്തിനാ നീ ഇവിടെ പറയുന്നേ? അല്ല വ്ളോഗിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2 സബ്സ്ക്രൈബർ. അപ്പൊ നമുക്ക് ഉള്ള 130 ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണുക. അടിപൊളിയാണ് ഗൈസ്, ഒന്ന് കാണിച്ചു കൊടുക്കടാ. പക്ഷെ നമ്മളവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ടല്ലോ. എനിക്ക് അവിടത്തേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നു ഇവിടെയാ. നീ അവിടെ പോയിട്ടുണ്ടോ? പിന്നെ നീ കയറിയിട്ടില്ല? ഞാൻ അവിടെ കയറിയില്ല. അതിൻ്റെ ആ ഒരു ഏതാ പറയാ അവിടെ ഏതാ അതാ തോന്നുന്നു. ഫാൻഡ്രൻ റോക്ക് അപ്പം എവിടെയാ? എടാ ഇതറാ നമ്മുടെ അമ്പൂത്തിമല. പണ്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിലുള്ള എടക്കൽ കേവിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.